السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ എടുത്തുപോയിക്കൊണ്ടിരിക്കുന്ന നഷ്ടപ്പെട്ട ഒരു സുന്നത്ത് എന്ന് തന്നെ പറയാം, സുജൂദ് ശുക്ർ, ശുക്രിന്റെ സുജൂദ് എന്ന് പറയുന്ന ഒരടിമ തന്റെ റബ്ബിന് നന്ദി അർപ്പിക്കുന്നതില് അതിമഹത്തായ ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ സുജൂദ് ശുക്ർ, ശുക്രിന്റെ സുജൂദ്. അവന്റെ ഏറ്റവും അതിമഹത്തായ ഉന്നതമായ അവന്റെ മുഖം അള്ളാഹുവിന് നന്ദി എന്നുള്ള നിലക്ക് അവൻ അള്ളാഹുവിന്റെ മുന്നിൽ നിലത്ത് വെച്ച് അവന് താഴ്മയും വിനയും കാണിക്കലാണ് യഥാർത്ഥത്തില് ഈ സുജൂദ് ശുക്ർ എന്ന് പറയുന്നത്. സന്തോഷകരമായ ഒരു കാര്യം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമുക്ക് വല്ലാതെ സന്തോഷം ഉണ്ടാവുമ്പോ, ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് കേൾക്കുമ്പോ, അല്ലെങ്കിൽ ഒരു വിജയം ലഭിച്ചു എന്ന് കേൾക്കുന്ന സന്ദർഭത്തില്, അതല്ലെങ്കിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം അത് നമുക്ക് പെട്ടെന്ന് നിറവേറി എന്ന് പറയുന്ന അത്തരം സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിന് നന്ദിപൂർവം ഒരു സുജൂദ് ചെയ്യുന്നതിനാണ് ഈ സുജൂദ് ശുക്ർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് വലിയ അപകടങ്ങൾ വന്നു, പക്ഷെ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്ന സന്ദർഭങ്ങളിൽ, ഇപ്പൊ തീ കത്തുക, വാഹനാപകടം, വെള്ളത്തിൽ മുങ്ങുക, അതുപോലുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട ഉടനെ അള്ളാഹുവിന് നന്ദിയായിട്ട് ഒരു സുജൂദ് ചെയ്യുക. ഇതിനൊക്കെയാണ് സുജൂദ് ശുക്ർ എന്ന് പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അതാഹു അംറുൻ യസുറുഹു, നബിക്ക് സന്തോഷപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായാൽ, ഔ ബുശ്ശിറ ബിഹി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം സന്തോഷമായിട്ട് നബിക്ക് കിട്ടിയാൽ, ഖർറ സാജിദൻ, നബി ഉടനെ സുജൂദിൽ വീഴും. അത് ശുക്രൻ ലില്ലാഹി തബാറക വതആല, അല്ലാഹുവിന് ശുക്ർ നന്ദിയായിട്ട് ചെയ്യുന്ന സുജൂദാണ്. ഇമാം അബൂ ദാവൂദ്, ഇബ്നു മാജഹ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നമ്മള് യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനൊക്കെ കൂടി നമ്മൾ ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയില്ല. അപ്പൊ കഴിയുന്നതും നമ്മൾ അള്ളാഹുവിന് എന്ത് ചെയ്യാണ്? നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ശുക്രിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് സലാത്തുൽ ദുഹാ നിസ്കാരം. നമ്മുടെ ഓരോ സന്ധികൾക്കും പേശികൾക്കും നമ്മുടെ അവയവങ്ങൾക്കൊക്കെ നന്ദിയായിട്ടാണ് ദുഹാ നിസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ചെയ്ത്. ഒരിക്കല് അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹംദാൻ എന്ന് പറയുന്ന ഗോത്രം മുസ്ലിമായി എന്ന് പറഞ്ഞിട്ട് കത്തെഴുതി. ഹംദാൻ ഗോത്രം മുസ്ലിമായി എന്ന് അറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടായി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സുജൂദിൽ വീണു. സുജൂദിൽ എഴുന്നേറ്റിട്ട് സുജൂദിൽ വീണ് പിന്നെ സുജൂദിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, അസ്സലാമു അലാ ഹംദാൻ, അസ്സലാമു അലാ ഹംദാൻ, ഹംദാന് സമാധാനം, ഹംദാൻ രക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു സന്തോഷം കേൾക്കുന്ന ഉടനെ ചെയ്യുന്ന സുജൂദ്. അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീക്ഷിക്കുകയായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു തോട്ടത്തിൽ കയറി. ആ തോട്ടത്തിൽ എത്തിയപ്പോ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് നബി അവിടെ എന്ത് ചെയ്തു? സുജൂദ് ചെയ്തു. അങ്ങനെ ദീർഘനേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുജൂദ് കടന്നു. അപ്പൊ സുജൂദിൽ നിന്ന് കടന്ന സന്ദർഭത്തിൽ പിന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അടുത്തെത്തിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ നിന്ന് ഉയർന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണിത്? അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു, അബ്ദുറഹ്മാനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണ് വന്നത് ചോദിച്ചു. അപ്പൊ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ സുജൂദ് കിടക്കുന്നത് കണ്ടപ്പോ ഞാൻ നിങ്ങൾ അങ്ങനെ മരണപ്പെട്ടതാണോ എന്ന് കരുതിപ്പോയി, അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ദീർഘനേരം നിങ്ങൾ സുജൂദിലാണെങ്കിൽ ഞാൻ പേടിച്ചു പോയതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ജിബ്രീല അലൈഹിസ്സലാം അതാനി ഫബശറനി, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്നിട്ട് എനിക്കൊരു സന്തോഷം അറിയിച്ചു. എന്താണ് സന്തോഷം? ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ മൻ സല്ല അലൈക സല്ലൈതു അലൈഹി, താങ്കളുടെ മേലെ ആരെങ്കിലും സലാത്ത് ചെല്ലുകയാണെങ്കിൽ അള്ളാഹു അവന് സലാത്ത് ചെല്ലുന്നതാണ് എന്ന് പറഞ്ഞാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചെല്ലിയാൽ അള്ളാഹു നമുക്ക് ഗുണം നൽകും, അള്ളാഹു നമുക്ക് രക്ഷ നൽകും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒമൻ സല്ലമ അലൈക സല്ലംതു അലൈഹി, നബി അങ്ങയോട് ആരെങ്കിലും സലാം പറയണമെങ്കിൽ നാം അവർക്ക് സലാം പറഞ്ഞിരിക്കുന്നു. അത് കേട്ട ഉടനെ അതിന് നന്ദിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് പോയത് എന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നത്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ സഹാബാക്കളുടെ ജീവിതത്തിലുണ്ട്. കഅബ് ഇബ്നു മാലിക് അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സംഭവം,
കഅബ് ഇബ്നു മാലിക് പിന്നെ ആ തൗബ സ്വീകരിച്ചു എന്ന് വന്ന സന്ദർഭത്തിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, അത് കേട്ട ഉടനെ എന്ത് ചെയ്യാണ് അദ്ദേഹം ഫഖറത്തു സാജിദൻ എന്ന് പറഞ്ഞു, ഞാൻ ഉടനെ സുജൂദിൽ വീണു എന്നാണ് അവിടുന്ന് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നന്ദിയുടെ സുജൂദ്, ശുക്രിന്റെ സുജൂദ് എന്ന് പറയുന്നതാണ്. ഇനി ശുക്രിന്റെ സുജൂദുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ, ഇതിന് പിന്നെ നിസ്കാരത്തിന്റെ ഷർത്തുകളൊന്നും നിർബന്ധമല്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. എന്ന് പറഞ്ഞാൽ ശുക്രിന്റെ സുജൂദിന് ഉളു നിർബന്ധമല്ല. കാരണം ശുക്രിന്റെ സുജൂദ് ഉണ്ടാകുക പെട്ടെന്നാണ്. പെട്ടെന്ന് ഇപ്പൊ നമ്മള് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു അപകടം ഉണ്ടായി, അവിടെ നമ്മള് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മൾ ഉളു എടുക്കേണ്ട ആവശ്യമല്ല. അവിടെ പെട്ടെന്ന് കിബിലയും പ്രശ്നമല്ല, അവിടെ കിബിലയോ അല്ലെങ്കിൽ ഉളു എടുക്കുക ഒന്നും വേണമെന്നില്ല. അപ്രതീക്ഷയായിട്ട് സംഭവിക്കുന്നത് കൊണ്ട് ആ ഉണ്ടായ സമയത്ത് ഉടനെ നമ്മളൊരു സുജൂദ് ചെയ്യാന്ന്, ഒറ്റ സുജൂദേ ഉള്ളൂ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സുജൂദ് ചെയ്യുന്നു. എന്നാൽ സുജൂദിൽ സാധാരണ ചൊല്ലണ പോലുള്ള ദിക്റുകൾ, ഏതെങ്കിലും പ്രാർത്ഥനകളോ ദിക്റുകളോ ചൊല്ലാം. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, എഴുന്നേൽക്കുന്ന സമയത്തും അല്ലാഹു അക്ബർ എന്ന് പറയാം. അവിടെ അത്തഹിയാത്തില്ല, സലാം വീട്ടലില്ല, ഒന്നുമില്ല. ഉടനെ അല്ലാഹു അക്ബർ സുജൂദ് ചെയ്യുന്നു, പിന്നെ അല്ലാഹു അക്ബർ എന്നിട്ട് സുജൂദ് ഉയരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ആ സുജൂദില് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇതാണ് ശുക്രിന്റെ സുജൂദിന്റെ രൂപം. ഈ ശുക്രിന്റെ സുജൂദ് പാടില്ലാത്തത് നിസ്കാരത്തിൽ മാത്രമേ ഉള്ളൂ. നിസ്കരിക്കുന്ന സമയത്ത് ശുക്രിന്റെ സുജൂദ് പാടില്ല. അപ്പൊ നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷ വാർത്ത വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി, അതിൽ നിന്ന് രക്ഷപ്പെട്ടു, അവിടെ നമ്മൾ സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും എന്നതില് പണ്ഡിതന്മാര് ഏക അഭിപ്രായമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അത് വിശദീകരിക്കുന്നു. മൻ സജദ സജദത ശുക്ർ ആലിമൻ ബിൽ ഹുക്ം, അതിന്റെ നിയമം അറിഞ്ഞുകൊണ്ട് ഒരാള് ശുക്രിന്റെ സുജൂദ് ചെയ്യുകയാണെങ്കിൽ, ദാക്കിറൻ ലഹു, അതിനെ ഓർമ്മിച്ചുകൊണ്ടാണെങ്കിൽ, ഫൈന്ന സലാത്തുഹു തബ്തുൽ, നിസ്കാരം തന്നെ ബാത്തിലാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ നമ്മൾ വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെങ്കിൽ അവൻ ആംഗ്യത്തിലൂടെ സുജൂദ് ചെയ്യാം. നമസ്കരിക്കുമ്പോ ആംഗ്യം കാണിക്കലുണ്ടല്ലോ സുജൂദിൽ, അതേപോലെ ആംഗ്യത്തിലൂടെ സുജൂദ് ചെയ്യാവുന്നതാണ് എന്നും വന്നിട്ടുണ്ട്. അതേപോലെ നമുക്കൊരു സന്തോഷം ഉണ്ടായി, അപ്പൊ സുജൂദ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പിന്നീട് അത് ഓർമ്മ വന്ന ഉടനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതാണ് സുജൂദ് ശുക്റുമായിട്ട് നമുക്ക് അറിയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് വഅലിഹി വസല്ലം. അസ്സലാമു അലൈക്കും.